ഇതിലേതാ പുതിയ റോള്? ആരാ പക്ഷേ? പണ്ഡിറ്റ് ദീനദയാൽ. നിങ്ങളാണ് ശ്രീ ഫ്രാൻസിസ് എന്നെനിക്ക് തോന്നുന്നില്ല. എന്റെ വിശ്വാസം തെറ്റല്ലെങ്കിൽ എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. ഒരു ഡ്രൈവറുമായി ചേർന്ന് വില കുറഞ്ഞ ഫലിത ഭാഷണത്തിന് എനിക്ക് സമയം ഒട്ടുമില്ല. തരക്കേട്ടല്ലേ ഈ ഐറ്റം? പ്രാഞ്ചേട്ടാ, എന്താണ്ടാ ദേ ഒരു കണ്ടിട്ട് ദീന്തായാലും വന്നിട്ടുണ്ട്. കണ്ടിട്ട് ദീനുള്ളവനാ? എന്തേലും കൊടുത്തു വിടറാ. ഈശോ, ഇതാരത്? ശ്രീ വാസുമേനോൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഒരു കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ട ചില ഉപദേശങ്ങൾ നൽകാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കണ്ടിട്ട് ദീനമുള്ളവൻ എന്നല്ല എന്റെ പേര്, പണ്ഡിറ്റ് ദീനദയാൽ എന്നാണ്. മാഷയുടെ കേറി വായോ, ഞാൻ മാഷ കാത്തിരിക്കായിരുന്നു. വായോ. ട്യൂഷൻ മാഷിന് അത് പറഞ്ഞപ്പോഴേക്കടി. നോക്കൂ ശ്രീ ഫ്രാൻസിസ്, എന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികളെ മനഃശാസ്ത്രപരമായി സമീപിക്കുകയും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഭിവാഞ്ചകളെയും സർഗവാസനകളെയും ഉണർത്തിയെടുത്ത് പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും നേരിടാൻ സജ്ജമാക്കുക, അതാണ് എന്റെ കർമ്മപരിപാടി. എന്തൊട്ട് തേങ്ങ ആയാലും വേണ്ടില്ല, ചെക്കൻ SLC ചാടി മറിയണം. മക്കത്രേ ഉള്ളൂ. എന്നാ പിന്നെ തുടങ്ങിയല്ലേ പണ്ഡിറ്റ് മാഷേ? എവിടെ വിദ്യാർത്ഥി? ദാ റൂബിക്സ് ക്യൂബ്. പോളി മുമ്പ് കണ്ടിട്ടുണ്ടോ ഇത്? യെസ് ഓർ നോ? സംസാരശേഷിയുള്ളവർക്ക് ചേർന്നതല്ല ഈ തലയിളക്കൽ. അതുപോലെ തന്നെ ചോദ്യങ്ങൾക്കുത്തരമായി ചില ശബ്ദങ്ങൾ. ഓ ഓ ആ. ഉത്തരം സ്പഷ്ടമാവണം. ഒന്നുകിൽ അതെ, അല്ലെങ്കിൽ ഇല്ല. ഇല്ല. കുഴപ്പമില്ല. ദാ ഇതിലേക്ക് നോക്കൂ. ഈ പല നിറങ്ങളിലുള്ള ചെറിയ ചതുരക്കള്ളികൾ, ഇവ ഇങ്ങനെ തിരിച്ച് ഒരു ഭാഗത്ത് ഒരേ നിറത്തിലുള്ള കളങ്ങൾ റീസെറ്റ് ചെയ്യുക എന്നതാണ് ഈ കളി. ഇത് വെറും കളിയല്ല, ബുദ്ധിയും ക്ഷമയും ആവോളം വേണ്ടുന്ന കളിയാണ്. ഇത് രണ്ടും തന്നെയാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത്. ഞാനിതാ ഒന്ന് ശ്രമിച്ചു നോക്കാം. നോക്കൂ, 6 വശത്തെയും നിറങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതാണ്. പോളിക്ക് ആവശ്യാനുസരണം സമയമെടുക്കാം, രാത്രി മുഴുവൻ. ഞാൻ നാളെ രാവിലെ വരാം. ഒട്ടും എളുപ്പമല്ല, പക്ഷെ ശ്രമം പാതിയിൽ ഉപേക്ഷിക്കരുത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടല്ലോ. സാർ, ഇതല്ലേ പോളി? നിനക്കാണോ കുഞ്ഞെ SSLC പരീക്ഷ പാസ്സാക്കാൻ പ്രയാസം? ഇന്നത്തെ പരീക്ഷയിൽ നീ ജയിക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്തു. എന്നാലും ഞാൻ നാളെ വരും. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പോളിയെ നമസ്കാരം. നമസ്തേ മാസ്റ്റർ പോളി. അത് മുഴുവൻ കഴിച്ചിട്ട് പോടാ. ആഹാരം കഴിച്ചിട്ടുള്ള പഠിപ്പൊക്കെ മതി. ഞാൻ ആ സാറിനെ ഒരു ഗുളിക കൊടുത്തു വന്നിട്ട് ബാക്കി കഴിക്കാം. സാറിന് ഗുളികേ? സർ, മേ ഐ സിറ്റ്? ഇരിക്കൂ. ടേക്ക് യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ്. പോളിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമാൻഡ് ഒന്നറിയണം. ലോകത്തിന്റെ ഭാഷയായ ഇംഗ്ലീഷ് അറിയുക എന്ന് വെച്ചാൽ ലോകത്തെ അറിയുക എന്നതാണ്. സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്കു പോളി,
ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം. അവന്റെ ഉള്ളിൽ എന്നും സംശയങ്ങൾ ഉണ്ടാവണം. അത് ചോദ്യങ്ങളായി പുറത്തു വരികയും വേണം. കമോൺ ആസ്ക്. സർ VS അച്യുതാനന്ദൻ കേരളത്തിൽ എത്രാമത്തെ മുഖ്യമന്ത്രിയാ? 11ാമത്തെ. ദി 11th ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. ആ ചോദ്യം സാറിനോടൊന്ന് ഇംഗ്ലീഷ് ചോദിക്കാവോ? പിന്നെന്താ? വാട്ട്? VS അച്യുതാനന്ദൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് എന്നോട് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഇതാണ് എന്റെ ചോദ്യം. അത് ഏത്? ഏയ് മാഷ് പോവാ? ആ പോളിന്ന് ഏതാണ്ട് ഒരു ഗുളി കൊടുത്തിട്ടാ മാഷ്ക്ക്. ഗുളിയെ ആ അവൻ ചോദിച്ചു മാഷിന്റെ അടുത്ത് VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷ് എന്തെന്ന്. മാഷ്ക്കറിയില്ല. VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷ്. ആ. VS അച്യുതാനന്ദന്റെ ഇംഗ്ലീഷും മലയാളം ഒന്നല്ലടാ പോത്തെ. അതൊന്നും ആയിരിക്കില്ല. മാഷ് വീണ്ടും വന്നല്ലോ. പോളി പോളി ഉം? എത്രാമത്തേത് എന്നതിന് ഹൗ മിനിയത്ത് എന്ന് പറയാം. ഹൗ മിനി ചീഫ് മിനിസ്റ്റർ It's ഓഫ് not കേരള. English. Manufacturing words to suit your convenience is not a good way to use any language. ഞാൻ നാളെ വരാം. Great. See you tomorrow. Bye. മാഷ് വീണ്ടും പോയില്ലോ. ഞാനൊരു ഗാന്ധിയനാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്നവനല്ല ഞാൻ. സ്വജീവിതം കൊണ്ടാണ് ഞാൻ ആ മേൽവിലാസം ഉണ്ടാക്കിയെടുത്തത്. ഭൂമാതാവിനെ നഗ്നപാദങ്ങളാൽ മാത്രം സ്പർശിക്കുന്നവൻ. നന്മ മാത്രമാണ് എന്റെ മതവും ദൈവവും. പോളി എന്തുട്ടലും കുറുമ്പ് കാട്ടിയെന്ന് വെച്ച് പണ്ഡിറ്റ് മാഷ് പിണങ്ങി പോണ്ടേട്ടാ. അവൻ നമുക്ക് ശരിയാക്കാന്നേ. പിണങ്ങി പോവുകയോ? ഞാനോ? എന്തിന്? പോളിയെ പോലൊരു ബുദ്ധിമാനായ വിദ്യാർത്ഥിയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നു. എന്തുകൊണ്ട് പോളി പാഠപുസ്തകങ്ങൾ നേരാമണ്ണം പഠിക്കുന്നില്ല? പരീക്ഷകൾക്ക് ശരിയായി ഉത്തരവെഴുതുന്നില്ല? ഞാൻ ചിന്തിച്ചു. എനിക്ക് ഉത്തരവും കിട്ടി. അസാമാന്യമാണ് പോളിയുടെ ബുദ്ധിശക്തി. പക്ഷെ ശരീരം തലച്ചോറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല. പാടാൻ കഴിവുണ്ട്, പാടാൻ കഴിയുന്നില്ല. ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലുണ്ട്, പക്ഷെ എഴുതാൻ കഴിയുന്നില്ല. അവനൊരു മോട്ടോർ കാർ ഡിസൈൻ ചെയ്യും, നിർമ്മിക്കും, പക്ഷെ ഡ്രൈവ് ചെയ്യാനാവില്ല, അറിയില്ല. അതാണ് അവന്റെ പ്രശ്നം. ഒരു ചെറിയ ബ്ലോക്ക്. ഇന്ന് ഞാനത് ശരിയാക്കാൻ പോവുകയാണ്. പോളി, വാക്കുകൾ കൊണ്ട് നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഞാനൊരു ശസ്ത്രക്രിയ നടത്താൻ പോകുന്നു. ഒരു തുള്ളി ചോര പൊടിയാതെ. ഒരു മേജർ സർജറി. കമോൺ. സംഭവം ഏപ്പെട്ട പോണേട്ടാ. SLC എഴുതാൻ പോണ ചെക്കനാ IAS കിട്ടും. ഇയാള് ഭയങ്കരനാട്ടാ, ഭയങ്കരനാ. ചെക്കന് പ്രാന്താകോ ഇയാളുടെ കൂടിയിട്ട്? നീ ഒന്ന് പോരാ. രക്തം വീഴാത്ത സർജറി ഒളിഞ്ഞു നോക്കി കണ്ടാലോ? നമുക്ക് ആ കിഴക്ക് വെച്ച വാതിൽ കൂടെ നോക്കാം. എന്നാ വായോ. തലച്ചോറിന്റെ നിർദ്ദേശവും ശരീരത്തിന് അനുസരണവും അതാണല്ലോ സാറേ ആക്ഷൻ. അതെ, അത് നടപ്പാവാം, ഇരിപ്പാവാം, കിടപ്പാവാം, എഴുത്താവാം, പഠനമാവാം, പാട്ടാവാം, കളിയാകാം. സ്പേസ് ഷട്ടിലിൽ യാത്ര ചെയ്യണത് വരെ ആവാം. ഉം. പക്ഷെ അതിന് പരിമിതികളില്ലേ? ഉം. തലച്ചോറിന്റെ നിർദ്ദേശം ശരീരം അനുസരിക്കാത്ത അവസ്ഥ. തീർച്ചയായും രോഗബാധിതമായ ശരീരം നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ളമെന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോഴും ശരീരം ചിലപ്പോഴൊക്കെ അനുസരണക്കേട് കാട്ടും സാറേ. ഉദാഹരണം? സാറിന്റെ വലത്തേക്കാല് ഉം. വലത്തോട്ട് ദേ ഇങ്ങനെ കറക്കാൻ കഴിയും. തീർച്ചയായും. I practice yoga. I am a yogi. I have a very flexible body. See? ഗുഡ്. അതിന്റെ കൂടെ വലത്തേക്കാണ്ടേ സാറിന് വായിൽ ഇങ്ങനെ എഴുതാൻ കഴിയും. 6 You mean 6? ആ Easy. ഹേയ് രണ്ടും കൂടെ ഒരുമിച്ചാണോ? ഒരുമിച്ച്. ഓക്കെ. ഇവിടെ പോയി. കാല് പോയി. അതോ അവിടെ തെറ്റി. അപ്പൊ കാല് തെറ്റി. ഇങ്ങനെയല്ല. കാല് വലത്തോട്ട് കറക്കി കൈ കൊണ്ടാറെഴുതുക. കാല് വലത്തോട്ട് കറക്കി കൈ കൊണ്ടാറെഴുതുക. അവിടെ തെറ്റി. മോളി പോയി. ഇവിടെ തെറ്റി. കൈ പോയി. കാല് വേണ്ടി തെറ്റി. കൈ കറക്ക്. തോറ്റോ? ഇല്ല. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ. സാറിനോടെ ബ്രേക്ക് ഡാൻസ് കളിക്കല്ല പറഞ്ഞേ. വലത് കാല് വലത്തോട്ട് കിടക്ക, വായുവിൽ 6 എഴുതുക. വലത് കാല് വലത്തോട്ട് കിടക്ക, വായുവിൽ 6 എഴുതുക.
സർ, ഞാൻ നാളെ ഞാൻ വരാം. കാത്തിരിക്കാം. നാളെ രാവിലെ വരെ ഒരു രാത്രി മുഴുവൻ സാറ് പരിശ്രമിച്ചോളൂ. ക്ഷമയും ബുദ്ധിശക്തിയുമാണല്ലോ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം. SLC പരീക്ഷ കഴിഞ്ഞപ്പോ പോളി വീട്ടിലേക്കാ പോയി. ഒന്ന് ചിരിക്കുകയും കൂടെ ഇല്ലെങ്കിലും ചെക്കൻ പോയപ്പോ ഒരു സങ്കടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചില വിസിറ്റൊക്കെ അവൻ നടത്തും. അത് അവിടെ ഇരുന്ന് കഴിക്കടാ. ആഹാരം കഴിക്കുമ്പോ കർത്താവ് തമ്പുരാൻ വന്നാലും എഴുന്നേൽക്കണമെന്ന പ്രമാണം. യപ്പാ ഓ എപ്പോഴാ വന്നേ? ഇടയ്ക്ക് വരും. അത് വല്ലതും വയനാട്ടിൽ തിന്നാനാ. പിന്നെ പിയാനോന്റെ മേലെയാ. ഒരു മയോ ഇല്ലാത്ത ചെക്കനാ. ഒന്ന് ചെറിച്ചൂടെ അവന്? പേടിച്ചിട്ടാ. എന്റെ അടുത്തല്ല എന്തൊക്കെയാ നമ്പറാച്ചിട്ടാ. ഒരു 1.5 മുതലാ. നീ ആ പോളിനെ കുട്ടി നമ്മുടെ കുഞ്ഞിപ്പാലോട്ടിന്റെ കടയിലേക്ക് പോയിട്ടേ അവിടെ നിന്ന് ഒരു 4-5 പാന്റിനെ ഷർട്ടിനെ തുണിയെടുക്ക്. എന്നിട്ട് ഷൺമുഖനെ ഏൽപ്പിക്ക് തയ്ക്കാൻ. ഇതെന്തിനപ്പ റെഡിമെയ്ഡ് മേടിച്ചാ പോരെ? എനിക്കും വാങ്ങണം. ഒറ്റ ടീഷർട്ടിൽ ഇടാൻ. ഇവന്റെ ചാക്കോളത്തെ എപ്പോഴെപ്പോഴും ടീഷർട്ട് മേടിക്കാൻ വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. പോടാ. ഇത് വാടാ. നീ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണേട്ടാ. വേണച്ച 2 ദിവസം ഇവിടെ താമസിച്ചോ. ഒന്ന് ചെറുക്കിടച്ചുള്ള നീ. SLC പരീക്ഷയുടെ റിസൾട്ട് വരണ ദിവസം എന്തുട്ടായി കാട്ടണേ? അതൊന്നും നടക്കില്ലട്ടാ. SLC പരീക്ഷയുടെ റിസൾട്ട് വരണ ദിവസം ആന്റിമാഷ വീട്ടിലേക്ക് പോണതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നൊരു മെഴുകി കത്തിച്ചേർന്നു. ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയില്ല. ആന്റിമാഷില്ലേ? അകത്തുണ്ട്. ഇന്റർനെറ്റിലെ SLC റിസൾട്ട് നോക്കുക. എന്തായി മാഷ വല്ലതും അറിഞ്ഞോ? ഇല്ല, അതിനിടയ്ക്ക് സിസ്റ്റം ഒന്ന് ഹാങ് ആയി. ബ്രാഞ്ചിരിക്കും. ഇരിപ്പുറക്കില്ല. താനൊന്ന് വേഗം നോക്കി പറഞ്ഞേ. ഓക്കെ. സിസ്റ്റം ഓക്കെ എന്നാ പറഞ്ഞത്. ഒരാളുടെ ആവേശം നോക്കി. ഇത് തുടങ്ങിയത് സ്കൂളിന്റെ 100% വിജയം എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പൊ അവ എങ്ങനെയെങ്കിലും ജയിച്ചാ മതിയെന്നായി. ടെൻഷൻ പിടിച്ച പണി തന്നെട്ടാ. നിവർത്തി ഉണ്ടെങ്കിൽ മനുഷ്യൻ ഇലക്ഷൻ നിൽക്കുകയും 10ൽ പരീക്ഷ എഴുതുകയും ചെയ്യരുത്. 100% ലിസ്റ്റ് നോക്കിയേ. ഇല്ലല്ലേ? ഇല്ല മാഷെ, എല്ലാരും പാസ്സായിട്ടില്ല. ജയിച്ചോരെ ലിസ്റ്റ് നോക്കിയേ. അല്ലെ തോറ്റത് ആരൊക്കെ നോക്ക്. തോറ്റോരെ കൂട്ടത്തിൽ ഏതായാലും പൊളി ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടിയാ. ചാദിച്ചത് വേറെ ഏതെങ്കിലും കിടാളാവും മാഷേ. എന്തുടച്ച പറമാഷേ, എത്ര പേരെ പൊട്ടിയേ? 160 പേര് പരീക്ഷ എഴുതി. അതിലൊരാള് മാത്രം തോറ്റു. അത് പോളിയല്ലെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. അത് അവൻ തന്നെയാണോ പോളി? ഒന്നും കൂടെ ശരിക്കും നോക്ക് മാഷേ. ചതിച്ചത് പോളി തന്നെയാ. അവൻ മാത്ര തോറ്റത്. തോറ്റ നീയല്ലടാ. ഇത്തവണയും തോറ്റ ഞാൻ തന്നെയാ.
എന്നെ തോൽപ്പിച്ചിട്ട് നീയാ ജയിച്ചു. അങ്ങനെ പലരും ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട്. നോണ പറഞ്ഞിട്ടും വാക്കെന്ന് കൊതിപ്പിച്ച് പിന്നെ മാറ്റി പറഞ്ഞിട്ടും കണ്ണ് തിരിച്ചപ്പോ കട്ടോട്ട് വിട്ടൊക്കെ. അന്നൊന്നും എനിക്ക് ഇത്ര വേദന തോന്നിയിട്ടില്ല, ഇത്രയ്ക്ക് കലിയും കയറിയിട്ടില്ല. നീ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നല്ലടാ പഠിപ്പിക്കണ മാഷന്മാരും ഫ്രാൻസ് എന്ന പൊട്ടനെയും ചതിക്കണമെന്ന്. നീ തീരുമാനം എടുത്തതിന്റെ പേരില്ല, അല്ലെങ്കിൽ ഈ പരീക്ഷ പാസ്സാകാൻ നിനക്ക് പറ്റാഞ്ഞിട്ടൊന്നുമല്ല. നിന്നെ വേണ്ടത് വേണ്ട. എനിക്ക് അവനെ കണ്ടേ 1,00,000 ഉറുപ്പ്യ എന്നെ പറ്റിച്ചിട്ട് പോയി നിന്റെ അപ്പം തണ്ടിനെ. തന്ന സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്ന വെച്ചാ ഒരുത്തനെ വേണ്ട എനിക്ക്. കയറാൻ വേണ്ടിയില്ല. വർഗീസ് പോയല്ല, മിനിയാന്നാണ് വീട് ഒഴിഞ്ഞു കൊടുത്തത്. എങ്ങട്ടാ നിന്റെ അപ്പം പോയേ? അങ്ങേരന്റെ അപ്പനൊന്നല്ല, അപ്പന്റെ കൂട്ടുകാരനാ. എന്റെ അപ്പൻ ജയിലില്ല, വിയൂര്. എന്ത് ചെയ്തിട്ട്? എന്റെ അമ്മച്ചിയും രവി സാറിനെയും അപ്പൻ കൊന്നു. പ്രാഞ്ചിയേട്ട അവന്റെ പേര് ജോപ്പൻ എന്ന. കഷ്ടിച്ച് 1 കൊല്ലായി കാണും. ഇരട്ടക്കൊലയാ. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. കള്ള്, കഞ്ചാവ്, പൊടി, ഗുളിക എന്ന് വേണ്ട എല്ലാ കൂലിമാലും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒതുങ്ങിപ്പോയി കേട്ടോ. എനിക്കൊന്ന് കാണണല്ലോ അവനെ. അത് ശരിയാക്കാം. ഇവിടെ ഇരുന്നാ മതി, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അല്ല, അവന്റെ ചെറുക്കനാണോ പ്രാഞ്ചിയേട്ടന്റെ കൂടെ ഉള്ളത്? ഇരി. എന്നെ നിനക്കറിയാൻ വഴിയില്ല. ഫ്രാൻസിസ് എന്ന് പറയും. അറിയാം സാറേ, വാർഡൻ രഘു സാറ് പറഞ്ഞു. പോളീനെ സാറിന്റെ തലയിൽ കിട്ടിട്ട് വർഗീസ് മുങ്ങിയതാണെന്ന് രഘു സാറ് പറഞ്ഞപ്പോൾ അറിഞ്ഞേ. ശിക്ഷ ഉറപ്പായപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശും എൻ്റെ ഓട്ടോറിക്ഷയും കൂടി ഞാൻ അവനെ ഏൽപ്പിച്ചു. കൂടെ എൻ്റെ മോനെ. അവൻ നോക്കിക്കോളാന്നാ പറഞ്ഞ. ചതിക്കുന്നു വിചാരിച്ചില്ല. പെറ്റ തള്ളനെ മോന്റെ മുന്നിലിട്ട് വെട്ടിക്കുന്ന നീ ചെയ്ത ചതി ഏതായാലും അവൻ നിന്റെ മോനോട് ചെയ്തിട്ടില്ല. വെള്ളത്തിലും കഞ്ചാവിലും വീണതിനും ഒരു ജീവിതം ഉണ്ടായിരുന്നു ഫ്രാൻസ് സാറേ. എൻ്റെ മോനും എൻ്റെ പെണ്ണും അതുങ്ങളുടെ ജീവനായിരുന്നു. തലേരിയാൻ തുടങ്ങിയപ്പോൾ ആദ്യം എൻ്റെ പെണ്ണിനെ സംശയം. അവൾക്ക് ഇല്ലാത്ത ബന്ധത്തിലെ എൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയ ബന്ധത്തിലെ ആളിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അന്ന് സത്യത്തിൽ എനിക്കറിയില്ലല്ലോ. അറിയാനുള്ള വെളിവ് തലക്കില്ലല്ലോ.